point below budget line. Any point below budget line shows that budget line താഴെ വരുന്ന ഏതൊരു ബിന്ദുവും കാണിക്കുന്നത് the consumer do not spend her entire income. ഒരു ഉപഭോക്താവ് അവരുടെ കയ്യിലുള്ള വരുമാനം മുഴുവനും ചെലവഴിക്കുന്നില്ല എന്നാണ്. Any point below budget line shows that the consumer do not spend her entire income. മലയാളത്തിൽ ബഡ്ജറ്റ് ലൈന് താഴെ വരുന്ന ഏതൊരു ബിന്ദുവും കാണിക്കുന്നത് ഉപഭോക്താവ് അവരുടെ കൈവശമുള്ള മൊത്തം വരുമാനങ്ങളും ചെലവഴിക്കുന്നില്ല എന്നാണ്. സോ അതുകൊണ്ട് ഷീ ഹാസ് സം ഇൻകം ലെഫ്റ്റ് വിത്ത് ഹർ. എല്ലാ വരുമാനവും ചെലവഴിക്കാത്തത് കൊണ്ട് അവരുടെ കൈവശം കുറച്ച് വരുമാനം ഉണ്ടായിരിക്കും. വിത്ത് ദിസ് ഇൻകം, ഈ വരുമാനം വച്ചുകൊണ്ട് ഷീ ക്യാൻ ബൈ, അവർക്ക് വാങ്ങാം. ഷീ ക്യാൻ ബൈ എയ്തർ മോർ ഓഫ് ഫസ്റ്റ് ഗുഡ്, ഒന്നുകിൽ ഒന്നാമത്തെ സാധനം തന്നെ കൂടുതൽ വാങ്ങാം, അല്ലെങ്കിൽ സെക്കൻഡ് ഗുഡ്, രണ്ടാമത്തെ സാധനം കൂടുതലായിട്ട് വാങ്ങാം, ഓർ ബോത്ത്, രണ്ടും കൂടെ കൂടുതലായിട്ട് വാങ്ങാം. ദാറ്റ് ഈസ് പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ മീൻസ് എനി പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദാറ്റ് ദ കൺസ്യൂമർ ഡു നോട്ട് സ്പെൻഡ് ഹർ എൻ്റയർ ഇൻകം. ഒരു ഉപഭോക്താവ് അവരുടെ കൈവശമുള്ള മൊത്തം വരുമാനങ്ങളും ചെലവഴിക്കുന്നില്ല എന്നാണ് ബഡ്ജറ്റ് ലൈന് താഴെ കാണിക്കുന്ന ഏതൊരു ബിന്ദുവും കാണിക്കുന്നത്. ബഡ്ജറ്റ് ലൈന് താഴെ വരുന്ന ഏതൊരു ബിന്ദുവും, ഉദാഹരണം ഇവിടെ പോയിൻ്റ് സി കാണിക്കുന്നത് ആ കൺസ്യൂമർ അവരുടെ കൈവശം വന്ന മൊത്തം വരുമാനങ്ങളും ചെലവഴിക്കുന്നില്ല. എനി പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദാറ്റ് ദ കൺസ്യൂമർ ഡു നോട്ട് സ്പെൻഡ് ഹർ എൻ്റയർ ഇൻകം. സോ അതുകൊണ്ട് ഷീ ഹാസ് സം ഇൻകം ലെഫ്റ്റ് വിത്ത് ഹർ. അങ്ങനെ എല്ലാ വരുമാനവും ചിലവാക്കാത്തത് കൊണ്ട് കുറച്ച് വരുമാനങ്ങൾ അവരുടെ കൈവശം തന്നെ ഉണ്ടായിരിക്കും. വിത്ത് ദിസ് ഇൻകം, ഈ കയ്യിലുള്ള വരുമാനം കൊണ്ട് ഷീ ക്യാൻ ബൈ, അല്ലെങ്കിൽ ഷീ ക്യാൻ എയ്തർ ബൈ മോർ ഓഫ് ഫസ്റ്റ് ഗുഡ്, ഒന്നുകിൽ കൂടുതൽ സാധനങ്ങൾ കൂടുതൽ അളവായിട്ട് ആപ്പിൾ എന്ന വസ്തു വാങ്ങാം, ഓർ സെക്കൻഡ് ഗുഡ് ഓറഞ്ച് എന്ന വസ്തു വാങ്ങാം, ഓർ ബോത്ത്, രണ്ടും കൂടെ വാങ്ങാം. വാട്ട് ഈസ് പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ? എനി പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദാറ്റ് കൺസ്യൂമർ ഡു നോട്ട് സ്പെൻഡ് ഹർ എൻ്റയർ ഇൻകം. ഷീ ഹാസ് സം ഇൻകം ലെഫ്റ്റ് വിത്ത് ഹർ. വിത്ത് ദിസ് ഇൻകം, ഈ വരുമാനം വെച്ചുകൊണ്ട് ഷീ ക്യാൻ ബൈ, അവർക്ക് വാങ്ങാം, എയ്തർ മോർ ഓഫ് ദ ഫസ്റ്റ് ഗുഡ് ഓർ സെക്കൻഡ് ഗുഡ് ഓർ ബോത്ത് ദ ഗുഡ്സ്. ദാറ്റ് ഈസ് പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ്, ബഡ്ജറ്റ് ലൈന് താഴെ കാണിക്കുന്ന ഏതൊരു ബിന്ദുവും കാണിക്കുന്നത് ഇൻഫീരിയർ ബണ്ടിൽ. പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ്, ഇവിടെ പോയിൻ്റ് സി ആണ്. പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഇൻഫീരിയർ ബണ്ടിൽ. പോയിൻ്റ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈൻ അകത്ത് തട്ടിക്കുന്ന പോയിൻ്റ് ആണെങ്കിൽ ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. പോയിൻ്റ് എബോ ബഡ്ജറ്റ് ലൈൻ ഷോസ് സുപ്പീരിയർ ബണ്ടിൽ. അപ്പോൾ ഇത്രയാണ് പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ. ഒന്നുകൂടെ നോക്കണം. എനി പോയിൻ്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദാറ്റ് ദ കൺസ്യൂമർ ഡു നോട്ട് സ്പെൻഡ് ഹർ എൻ്റയർ ഇൻകം. ഒരു ബഡ്ജറ്റ് ലൈന് താഴെ കാണിക്കുന്ന ഏതൊരു ബിന്ദുവും കാണിക്കുന്നത് ഒരു കൺസ്യൂമർ അവരുടെ കൈവശമുള്ള വരുമാനങ്ങൾ മൊത്തവും ചെലവഴിക്കുന്നില്ല എന്നാണ്. സോ അതുകൊണ്ട് ഷീ ഹാസ് സം ഇൻകം ലെഫ്റ്റ് വിത്ത് ഹർ, അവരുടെ കയ്യിൽ കുറേ വരുമാനം ഉണ്ടാവും. വിത്ത് ദിസ് ഇൻകം, ഈ ഇൻകം വച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വരുമാനം വച്ചുകൊണ്ട് ഷീ ക്യാൻ ബൈ, അവർക്ക് വാങ്ങാം, എയ്തർ മോർ ഓഫ് ദ ഫസ്റ്റ് ഗുഡ്, ഒന്നാമത്തെ ഗുഡ് തന്നെ കൂടുതലായിട്ട് വാങ്ങാം, ഓർ സെക്കൻഡ് ഗുഡ്, രണ്ടാമത്തെ ഗുഡ് മേടിക്കാം, ഓർ ബോത്ത് ദ ഗുഡ്സ്, അല്ലെങ്കിൽ അത് രണ്ടും മേടിക്കാം. ഇവിടെ 3 പോയിന്റുകൾ മനസ്സിലാക്കണം. പോയിന്റ്, ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നതിൽ പോയിന്റ് ബിലോ, ബഡ്ജറ്റ് ലൈന് താഴെയാണ് ഒരു ബിന്ദു ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ എഴുതി കാണിക്കണം ഇത് ഇൻഫീരിയർ ബണ്ടിലെന്നും. പോയിന്റ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിൽ തൊട്ടിരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ അവിടെ എഴുതിക്കോണം ഇത് പ്രിഫേർഡ് ബണ്ടിൽ. പോയിന്റ് എബോ ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന് മുകളിലായിട്ടാണ് പോയിന്റ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സുപ്പീരിയർ ബണ്ടിൽ. അപ്പോൾ ഇത്രയാണ് പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ. ഒന്നും കൂടെ എല്ലാവർക്കും മനസ്സിലായി കാണും.
any point below budget line shows that the consumer do not spend her entire income. With this income, like she has some income left with her. With this income, ഈ income വെച്ചുകൊണ്ട് she can buy either more of first good or second good or both the goods. 3 പോയിന്റുകൾ. പോയിന്റ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഇൻഫീരിയർ ബണ്ടിൽ. പോയിന്റ് എബോ ബഡ്ജറ്റ് ലൈൻ ഷോസ് superior bundle. Point on the budget line shows preferred bundle. Point below budget line shows inferior bundle. Point above budget line shows superior bundle. What is point below budget line? Any point below budget line shows that the consumer do not spend her entire income. So she has some income left with her. With this income, ഈ income വെച്ചുകൊണ്ട് she can buy either more of first good or second good or both the goods. 3 പോയിന്റുകൾ. Point on the budget line shows preferred bundle. Point below budget line shows inferior bundle. Point above budget line shows superior bundle. What is point below budget line? Any point below budget line shows the consumer do not spend her entire income. With this income, she can buy or she can purchase either more of the first good or second good or both the goods. 3 പോയിന്റുകൾ. Point on the budget line shows preferred bundle. Point above budget line shows superior bundle. Point below budget line shows inferior bundle. അടുത്ത ക്വസ്റ്റ്യൻ നമ്പറാണ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. ഒരു ഉപഭോക്താവ് അയാൾക്ക് അനുയോജ്യമായ ബണ്ടിൽ തിരഞ്ഞെടുക്കുന്നു. ഏതിനകത്തുനിന്ന്? ബഡ്ജറ്റ് സെറ്റിനകത്തുനിന്ന്. ഇവിടെ വരെ മലയാളം. എ കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് സെലക്ട് ചെയ്യുന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ട ബണ്ടിൽ ഫ്രം ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ, ഏത് ബണ്ടിലാണോ ഹി വിൽ ചൂസ്, അയാൾ തിരഞ്ഞെടുക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ, അത് ആശ്രയിച്ചിരിക്കുന്ന അയാളുടെ ടേസ്റ്റിനെയും പ്രിഫറൻസ്. ടേസ്റ്റ്, അഭിരുചി, പ്രിഫറൻസ്, താല്പര്യം. അപ്പോൾ വാട്ട് ഈസ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ? എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ, ഏത് ബണ്ടിലാണ് അവർ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് അയാളുടെ ടേസ്റ്റിനെയും പ്രിഫറൻസ്. അതാണ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. വാട്ട് ഈസ് പ്രിഫറൻസ്? എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ ഹി വിൽ ചൂസ് അല്ലെങ്കിൽ ഹി വിൽ സെലക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ടേസ്റ്റ് ആൻഡ് ആൾസോ പ്രിഫറൻസ്. വാട്ട് ഈസ് പ്രിഫറൻസ്? ഒരു സെൻറ്റൻസേ ഉള്ളൂ. എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദി ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ ഹി വിൽ ചൂസ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ടേസ്റ്റ് ആൻഡ് ആൾസോ പ്രിഫറൻസ്. വാട്ട് ഈസ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ? എ കൺസ്യൂമർ വിൽ ചൂസ് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. Which bundle he will choose means he will select depends on his taste and also his preference. ഒരു ഉപഭോക്താവ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ബണ്ടിൽ സെലക്ട് ചെയ്യുന്നു ഫ്രം ബഡ്ജറ്റ് സെറ്റ്. ആ സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ, അതെന്തിനെ ആശ്രയിച്ചാണെന്ന് ചോദിച്ചാൽ അയാളുടെ ടേസ്റ്റ് ആൻഡ് ആൾസോ ഹിസ് പ്രിഫറൻസ്. വാട്ട് ഈസ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ? എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ ഹി വിൽ ചൂസ്, ഹി വിൽ സെലക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ്, എന്തിനെയൊക്കെ? അവൻ്റെ ടേസ്റ്റ് ആൻഡ് ആൾസോ പ്രിഫറൻസ്. അപ്പോൾ വാട്ട് ഈസ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ? ഒരു സെൻറ്റൻസേ ഉള്ളൂ. എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ ഹി വിൽ സെലക്ട് ഡിപ്പെൻഡ് അപ്പോൺ
ഹിസ് ടേസ്റ്റ് ആൻഡ് ആൽസോ ഹിസ് പ്രിഫറൻസ്. അപ്പോൾ രണ്ടെണ്ണമായി. ഒന്നുകൂടെ കേട്ടോ. വാട്ട് ഈസ്, ഒന്നുകൂടെ കേട്ടോ നോക്കിക്കോളാം. വാട്ട് ഈസ് പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ? എനി പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദ കൺസ്യൂമർ ഡു നോട്ട് സ്പെൻഡ് ഹർ എൻറ്റയർ ഇൻകം. സോ ഷീ ഹാസ് സം ഇൻകം ലെഫ്റ്റ് വിത്ത് ഹർ. വിത്ത് ദിസ് ഇൻകം, ഈ ഇൻകം വെച്ചുകൊണ്ട് ഷീ ക്യാൻ പർച്ചേസ് എയ്തർ മോർ ഓഫ് ദ ഫസ്റ്റ് ഗുഡ് ഓർ സെക്കൻഡ് ഗുഡ് ഓർ ബോത്ത് ദ ഗുഡ്സ്. സോ ദ ഇക്വേഷൻ വിൽ ബി P1 x1 പ്ലസ് P2 x2 ലെസ് ദാൻ എം. 3 പോയിന്റുകൾ. പോയിന്റ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. പോയിന്റ് എബോ ബഡ്ജറ്റ് ലൈൻ ഷോസ് സുപ്പീരിയർ ബണ്ടിൽ. പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഇൻഫീരിയർ ബണ്ടിൽ. ഈ 3 പോയിന്റുകൾ ഈ ചിത്രത്തിനകത്ത് കാണാം. ബഡ്ജറ്റ് ലൈനകത്ത് തൊട്ട് നിൽക്കുന്ന പോയിന്റ് ആണെങ്കിൽ അവിടെ എഴുതിക്കോണം പ്രിഫേർഡ് ബണ്ടിൽ. ബഡ്ജറ്റ് ലൈന് മുകളിലായിട്ടാണ് പോയിന്റ് കാണുന്നതെങ്കിൽ അവിടെ എഴുതിക്കോണം സുപ്പീരിയർ ബണ്ടിൽ. ബഡ്ജറ്റ് ലൈന് താഴെ ഒരു പോയിന്റ് ഇട്ടേക്കണമെങ്കിൽ അവിടെ എഴുതിക്കോണം ഇൻഫീരിയർ ബണ്ടിൽ. ഇംഗ്ലീഷിൽ പോയിന്റ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ ഷോസ് പ്രിഫേർഡ് ബണ്ടിൽ. പോയിന്റ് എബോ ബഡ്ജറ്റ് ലൈൻ ഷോസ് സുപ്പീരിയർ ബണ്ടിൽ. പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഇൻഫീരിയർ ബണ്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ വരെ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എ കൺസ്യൂമർ വിൽ സെലക്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ബണ്ടിൽ ഫ്രം ദ ബഡ്ജറ്റ് സെറ്റ്. വിച്ച് ബണ്ടിൽ ഹീ വിൽ സെലക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ടേസ്റ്റ് ആൻഡ് ആൽസോ പ്രിഫറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3, മോണോട്ടോണിക് പ്രിഫറൻസ്. എ കൺസ്യൂമർ പ്രിഫർ more amount of bundle than less amount of bundle is called monotonic preference. ഒരു സെൻറ്റൻസേ ഉള്ളൂ. എ കൺസ്യൂമർ പ്രിഫർ, ഒരു കൺസ്യൂമർ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു മോർ എമൗണ്ട് ഓഫ് ബണ്ടിൽ, ബണ്ടിലുകൾ ഏറ്റവും കൂടിയതിനെ സെലക്ട് ചെയ്യുന്നു, ദാൻ ഇതിനേക്കാളും ലെസ് എമൗണ്ട് ഓഫ് ബണ്ടിൽ ഈസ് കാൾഡ് monotonic preference. എ കൺസ്യൂമർ പ്രിഫർ മോർ എമൗണ്ട് ഓഫ് ബണ്ടിൽ ദാൻ ലെസ് എമൗണ്ട് ഓഫ് ബണ്ടിൽ ഈസ് കാൾഡ് monotonic preference. എക്സാമ്പിൾ കാണാം. കൺസിഡർ 3 ബണ്ടിൽസ് 2,1, 1,1 ആൻഡ് 2,2. ഇതിനകത്ത് കൺസ്യൂമർ 2.2 എന്ന ബണ്ടിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് കാൾഡ് monotonic preference. കാരണം 2 ഗുഡിൻ്റെ അളവ് തുല്യം, അതാണ് മോർ എമൗണ്ട് ഓഫ് ഗുഡ്സ്. അപ്പോൾ 2,1ഉം 1,1ഉം സെലക്ട് ചെയ്യുന്നില്ല, അതിനേക്കാൾ കൂടുതൽ സംതൃപ്തിയായി കിട്ടാൻ പോണത് 2,2 എന്ന ബണ്ടിലിൽ നിന്നാണ്. അപ്പോൾ 2,1ഉം 1,1നേക്കാളും 2,2 എന്ന ബണ്ടിലാണ് മോർ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഈ ബണ്ടിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് monotonic preference. വാട്ട് ഈസ് monotonic preference? എ കൺസ്യൂമർ പ്രിഫർ മോർ എമൗണ്ട് ഓഫ് ബണ്ടിൽ ദാൻ ലെസ് എമൗണ്ട് ഓഫ് ബണ്ടിൽ ഈസ് കാൾഡ് monotonic preference. A consumer prefer more amount of bundle than less amount of bundle is called monotonic preference. Example, consider the bundles 2,1, 1,1 and 2,2. If consumer has monotonic preference, ഒരു കൺസ്യൂമർ അപ്പോൾ monotonic preferenceലാണെങ്കിൽ she prefer, അവൾ തിരഞ്ഞെടുക്കുന്നു the bundle 2,2 to other bundles. മറ്റുള്ളതിനേക്കാളും അവർ സെലക്ട് ചെയ്യുന്ന ബണ്ടിൽ 2,2 ആണ്. കാരണം ഈ ബണ്ടിലുകളെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ഈ ബണ്ടിൽ നിന്നാണ്. അപ്പോൾ വാട്ട് ഈസ് monotonic preference? എ കൺസ്യൂമർ പ്രിഫർ മോർ എമൗണ്ട് ഓഫ് ബണ്ടിൽ ദാൻ ലെസ് എമൗണ്ട് ഓഫ് ബണ്ടിൽ ഈസ് കാൾഡ് monotonic preference. കൺസിഡർ ദ 3 ബണ്ടിൽസ് 2,1, 1,1 and 2,2. The consumer is in monotonic preference. She will select 2,2 bundle than other bundles. What is monotonic preference? The consumer prefer more amount of bundle than less amount of bundle is called monotonic preference. Consider the bundles 2,1, 1,1 and 2,2. If the consumer has monotonic preference, അങ്ങനെയാണെങ്കിൽ she will prefer the bundle 2,2 to other bundles. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയി. വാട്ട് ഈസ് പോയിന്റ് ബിലോ ബഡ്ജറ്റ് ലൈൻ,
preference of the consumer, monotonic preference. Any point below budget line shows the consumer do not spend her entire income. So she has some income left with her. With this income, ഈ income വെച്ചുകൊണ്ട് she can purchase either more of the first good or second good or both the goods. So the equation will be P1 x1 plus P2 x2 less than M. ഇവിടെ 3 പോയിന്റുകൾ. Point on the budget line shows preferred bundle. Point above budget line shows superior bundle. Point below budget line shows inferior bundle. ഈ ചിത്രത്തിനകത്ത് 3 പോയിന്റുകൾ കാണാം. പോയിന്റ് എ ഷോസ് പ്രിഫർ ബണ്ടിൽ, പോയിന്റ് ബി ഷോസ് സുപ്പീരിയർ ബണ്ടിൽ, പോയിന്റ് സി ഷോസ് ഇൻഫീരിയർ ബണ്ടിൽ. പോയിന്റ് എ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനകത്ത് നിൽക്കുന്നു, അതുകൊണ്ട് പ്രിഫർ. പോയിന്റ് സി ബഡ്ജറ്റ് ലൈന് താഴെ നിൽക്കുന്നു, അതുകൊണ്ട് ഇൻഫീരിയർ. പോയിന്റ് ബി ബഡ്ജറ്റ് ലൈന് മുകളിൽ നിൽക്കുന്നു, അതുകൊണ്ട് സുപ്പീരിയർ. ക്വസ്റ്റ്യൻ നമ്പർ 2, പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എ കൺസ്യൂമർ വിൽ സെലക്ട് most suitable bundle from budget set. Which bundle he will choose or he will select, like she will select, depends on his taste and preference. What is the word meaning 3? Monotonic preference. A consumer prefer more amount of bundle than less amount of bundle is called monotonic preference. Consider the bundles like 2,1, 1,1 and 2,2. If the consumer has monotonic preference, she will prefer the bundle 2,2 than other bundles like 2,1 and 1,1. Question number 4, നാലാമത്തെ ചോദ്യം. What is the word meaning substitution between goods? A consumer can substitute one bundle in place of another bundle if she is indifferent. ഒരു കൺസ്യൂമർക്ക് വേണമെങ്കിൽ ഒരു ബണ്ടിലിൽ നിന്നും മറ്റൊരു ബണ്ടിലേക്ക് മാറാം. The rate of substitution means or substitution between good 2 and good 1 is given by the equation delta x2 divided by delta x1. A consumer can substitute one bundle in place of another bundle if she is indifferent. ഒരു കൺസ്യൂമർക്ക് വേണമെങ്കിൽ ഒരു ബണ്ടിലിന് പകരം വേറെ ബണ്ടിൽ ഉപയോഗിക്കാം. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 divided by delta x1. The rate of substitution between good 2 and good 1 is given by the equation delta x2 divided by delta x1. Here delta x2 shows change in good 2. Delta x2 shows change in good 2. But delta x1 means change in good 1. Here the equation is delta x2 divided by delta x1. Here delta x2 represents change in good 2 and delta x1 represents change in good 1. ഒന്നും കൂടെ, a consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be given by the equation delta x2 divided by delta x1. Here delta x2 represents change in good 2 and delta x1 represents change in good 1. ഒരിക്കൽ കൂടെ, a consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 divided by delta x1. Here delta x2 shows change in good 2 and delta x1 represents change in good 1.
The rate of substitution means the amount of good to. Rate of substitution എന്ന വാക്കിൻ്റെ അർത്ഥം the amount of good to. Good ടുവിൻ്റെ അളവ് that a consumer is willing to give up. Good ടുവിൻ്റെ അളവ് ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഫോർ ഗെറ്റിംഗ് എന്തിനു വേണ്ടി? an extra unit of good one. good one എന്ന വസ്തുവിൻ്റെ അളവ് ഒരു യൂണിറ്റ് കൂടി അധികം കിട്ടാൻ വേണ്ടി good ടുവിൻ്റെ അളവ് ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഇതാണ് ഏത് വാക്കിൻ്റെ അർത്ഥം? റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് amount of good to that a consumer is willing to give up ഉപേക്ഷിക്കുക, willing to give up for getting കിട്ടാൻ വേണ്ടി, എന്ത് കിട്ടാൻ വേണ്ടി? an extra unit of good one. The rate of substitution means amount of good to that a consumer is willing to give up for getting an extra unit of good one. It is the rate at which one good is substituted for other. One good is substituted for other. Substitution means ഇത്രയേ ഉള്ളൂ, ഒന്നും കൂടെ. A consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 divided by delta x1. Here ഇവിടെ delta x2 represents change in good 2 and delta x1 represents change in good 1. The rate of substitution means amount of good 2 that a consumer is willing to give up for getting an extra unit of good 1. Or അല്ലെങ്കിൽ it is the rate at which ഏത് നിരക്കിൽ വെച്ചാണോ one good is substituted for other. What is rate of substitution between goods? A consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 divided by delta x1. Here delta x2 represents change in good 2 and delta x1 represents change in good 1. The rate of substitution means ഈ വാക്കിൻ്റെ അർത്ഥം amount of good 2, good 2ൻ്റെ അളവ് that a consumer is willing to give up, ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു for getting എന്ത് കിട്ടാൻ വേണ്ടി? an extra unit or additional unit of good 1. or അല്ലെങ്കിൽ it is the rate at which one good is substituted for other. ഒരു പ്രാവശ്യം കൂടെ നാലാമത്തെ ചോദ്യം. A consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 divided by delta x1. Here delta x2 represents change in good 2 and delta x1 represents change in good 1. The rate of substitution means ഈ വാക്കിൻ്റെ അർത്ഥം amount of good 2, good 2ൻ്റെ അളവ് that a consumer is willing to give up, ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു for getting കിട്ടാൻ വേണ്ടി, എന്ത് കിട്ടാൻ വേണ്ടി? an extra unit, വേറെ വാക്ക് additional unit of good 1. or അല്ലെങ്കിൽ it is the rate at which one good is substituted for other. What is rate of substitution നോക്കിയോ? A consumer can substitute one bundle in place of another bundle if she is indifferent. The rate of substitution between good 2 and good 1 can be represented by an equation delta x2 by delta x1. Here delta x2 represents change in good 2 and delta x1 represents change in good 1. The rate of substitution means ഈ വാക്കിൻ്റെ അർത്ഥം amount of good 2, good 2ൻ്റെ അളവ് that a consumer is willing to give up, ഒരു കൺസ്യൂമർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു for getting കിട്ടാൻ വേണ്ടി, എന്ത് കിട്ടാൻ വേണ്ടി? an additional unit and വേറെ വാക്ക് extra unit of good 1. or അല്ലെങ്കിൽ it is the rate at which one good is substituted for other. One good is substituted for other.